മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ നേരത്തെ സംസാരിച്ച കൊച്ചിയിൽ മൃതദേഹം കണ്ടെത്തിയത് കോട്ടയം സ്വദേശിനി സുധാ ബേബി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ പ്രതി പിടിയിലായി എന്നുള്ളതാണ്. പൊന്നുരുന്നി സ്വദേശി ഷാജിയാണ് കസ്റ്റഡിയിലായത്. എറണാകുളത്ത് റെയിൽവേ ട്രാക്കിൽ ഇന്ന് രാവിലെയാണ് സുധാ ബേബിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. നവമി ദിനേശ് ഒരിക്കൽ കൂടി ചേരുന്നു. നവമി സൂചിപ്പിച്ചിരുന്നു ഒരുപക്ഷെ ആ പ്രതിക്ക് ആ പ്രദേശം നന്നായി അറിയുന്ന ആളാണെന്ന്. എന്നാലും പൊന്നുരുന്നി സ്വദേശിയാണല്ലോ ഇയാൾ. ഇവർ തമ്മിൽ എങ്ങനെയാണ് പരിചയം? അക്കാര്യത്തിൽ പോലീസ് വിവരങ്ങൾ നൽകുന്നുണ്ടോ? എന്തോ നേരത്തെ തന്നെ, അതായത് DCP മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നത് പ്രതിയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള സൂചന ലഭിച്ചിട്ടുണ്ടായിരുന്നു. പ്രതിനെ ഉടനെ തന്നെ പിടികൂടുമെന്നാണ്. എന്തായാലും അയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പൊന്നുരുന്നി സ്വദേശി ഷാജിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നിർണായകമായത് അവിടുത്തെ CCTV ദൃശ്യങ്ങളായിരുന്നു. ഈ യുവതിയും ഈ മരിച്ച ബേബി സുധയും ഈ പൊന്നുരുന്നി സ്വദേശി ഷാജിയും നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിയിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞതും. ഒപ്പം മൊബൈൽ ഫോണിലെ ചില കോളുകളുമാണ് പോലീസിന് നിർണായകമായി ലഭിച്ചത്. എന്തായാലും ഇയാൾ എന്തിനാണ് ഈ കൊലപാതകം ചെയ്തത്, എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം, ഇതെല്ലാം പോലീസ് വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ വിവരങ്ങൾ ലഭ്യമാകും. എന്തായാലും പൊന്നുരുന്നി സ്വദേശി ഷാജിയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇയാളാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് കൂടി പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. എന്തിനാണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത് എന്നീ കാര്യങ്ങളിലായിരിക്കും ഇനി വ്യക്തത വരേണ്ടത്. എന്തായാലും ഉടനെ തന്നെ ആ കാര്യങ്ങൾ ലഭിക്കും. രാവിലെ തന്നെ പോലീസ് ഈ മൃതദേഹം കണ്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇതൊരു കൊലപാതകമാണെന്ന്. കാരണം അത്തരത്തിലുള്ള സൂചന തന്നെയായിരുന്നു. മൃതദേഹത്തിലെ മുറിവുകൾ, ഈ റെയിൽവേ ട്രാക്കിൽ ആ മൃതദേഹം കിടന്ന രീതി, ഇതെല്ലാം തന്നെ പോലീസിനെ ഒരു കൊലപാതകമാണ് ഇതെന്ന നിഗമനത്തിലേക്ക് എത്തിച്ചിരുന്നു. എന്തായാലും പ്രതിയെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഉടനെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. ഇനി എന്തിനാണ് പ്രതി ഇത് ചെയ്തതെന്ന് അറിഞ്ഞാൽ മാത്രം മതിയാകും. അതിന്റെ വിശദമായ ചോദ്യം ചെയ്യൽ ഇപ്പോൾ മരട് പോലീസ് സ്റ്റേഷനിൽ പുരോഗമിക്കുകയാണ്. എന്തോ പൊന്നുരുന്നി സ്വദേശി ഷാജി എന്നയാളാണ് കസ്റ്റഡിയിലുള്ളത്. ഇയാൾ തന്നെയാണ് ആ കൊലയ്ക്ക് പിന്നിൽ എന്നുള്ള നിഗമനത്തിലാണ് പോലീസ്. എന്നാലും അല്പസമയത്തിന് തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ മരട് പോലീസ് സ്റ്റേഷനിൽ ഇയാളെ ചോദ്യം ചെയ്യുകയാണ്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ പോലീസ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തി എന്നുള്ളതാണ് അതിൽ ആശ്വാസകരം. ആ സ്ത്രീയുടെ കൊലപാതകം അതെന്തിനായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പോലീസ് പിന്നീട് വ്യക്തമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.